ഹോട്ട് സീറ്റ് കാണാൻ പറ്റില്ല. ഹോട്ട് സീറ്റ് നിർത്തി. പരിപാടി ഇല്ല. ഓൺലി നീറ്റ് ആൻഡ് ടൈഡി ഷോ, ദ ക്ലിയർ ഷോ ഓൺലി. ബിഗ് ബോസിൽ പോയി നന്നായി. പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് കാണുമ്പോ എങ്ങനെയുണ്ട്? ഉള്ളി കളിച്ചതും പുറത്തുനിന്ന് TV കാണുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസം. അതുകൊണ്ട് എനിക്കതിപ്പോ പുറത്ത് ഇറങ്ങിയിട്ട് അധികം കണ്ടിട്ടില്ല. എവിടെയായിരുന്നു നിങ്ങള്? എല്ലാത്തിനും മുങ്ങി നടക്കാന്ന് കേട്ടല്ലോ. എന്തുകൊണ്ട്? നല്ല വിശേഷങ്ങളോ? നിങ്ങളങ്ങ് സുന്ദരനായല്ലോ. നമ്മൾ മറ്റേ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ മെലിഞ്ഞല്ലോ. ബ്രോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? ഏത് കളിയോ ഗെയിമോ? ഗെയിം സത്യം പറഞ്ഞ അവിടെ ഇറങ്ങിയിട്ട് ശാരി ചേച്ചിനെ ആദ്യം കാണുവാണോ? യെസ്. അല്ല, ഞാൻ ആദ്യം ശാരീകരണം കാണുമെന്നാണോ? അല്ലല്ല, ഇറങ്ങിയതിനു ശേഷം ശാരി ചേച്ചി ഫസ്റ്റ് ടൈം കാണുന്നത്. ആദ്യം ഞാൻ കണ്ടത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ട്? ശോഭ സീനിയറാ. ശോഭന ആദ്യത്തെ ദിവസം കണ്ടത്. അബിയും പിന്നെയും കൂടി കണ്ടു. അവൻ ട്രിവാൻഡ്രത്താ. അപ്പൊ അവൻ വരും. ഇന്നില്ല. ഞാനോട് പറഞ്ഞായിരുന്നു അവന്റെ അപ്പാനി വരുന്നു. അപ്പാനി 6 മണിയാകുമ്പോഴേ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാരും എത്തുമല്ലോ. ഞാൻ ബിൻസിയെ സംസാരിച്ചായിരുന്നു. ബിൻസി കയറിയോ ഉള്ളില്? ഉണ്ടോ? ബിൻസിയൊക്കെ എത്തിക്കാണോ കേട്ടോ? ഇല്ല, ആകെ അക്ബറിന്റെ അമ്മയും വൈഫും എത്തിയിട്ടുള്ളൂ. വേറെ ആരും വന്നിട്ടില്ല. വേറെ ആരും എത്തിയിട്ടില്ല ഇതുവരെ. നമ്മൾ ഫാഷനബിളി ലേറ്റ് ആയല്ലേ? ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ലേറ്റ് ഉണ്ട്. ഞങ്ങളിടയ്ക്ക് ചായ കുടിക്കാനും കയറി. വല്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് കാണുമ്പോ എങ്ങനെയുണ്ട്? ഉള്ളി കളിച്ചതും പുറത്തുനിന്ന് TV കാണുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസം. അതുകൊണ്ട് എനിക്കതിപ്പോ പുറത്ത് ഇറങ്ങിയിട്ട് അധികം കണ്ടിട്ടില്ല. ശാരി ചേച്ചി പറ, എങ്ങനെ ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട്? ഇപ്പൊ ചേച്ചി അധികം ഒന്നും പുറത്തേക്ക് വന്നില്ലല്ലോ, അതെന്താ? എന്റെ ചാനൽ കാണുന്നില്ല നിങ്ങൾ? എനിക്ക് അതിന്റെ പുറകെ ഞാൻ ഗസ്റ്റിനെ റെഡിയാക്കാനുള്ള ഓട്ടത്തിലാണ്. റിയാലിറ്റി ബൈ KB. ഓ, ഇനിയിപ്പോ ഹോട്ട് സീറ്റ് കാണാൻ പറ്റില്ല. ഹോട്ട് സീറ്റ് നിർത്തി. വിളിച്ചായിരുന്നു, പക്ഷെ ഞാൻ ചെല്ലത്തില്ലാന്ന് പറഞ്ഞു. ബിക്കോസ് എന്റെ ഒരു ചാനൽ എടുക്കുന്നതായിരിക്കും അതിന്റേതായിട്ട് ഒരു സൗകര്യം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഹോട്ട് സീറ്റിന് പകരമാണ് പരിപാടി ഇല്ല. ഓൺലി നീറ്റ് ആൻഡ് ടൈഡി ഷോ, ദ ക്ലിയർ ഷോ ഓൺലി. ബിഗ് ബോസിൽ പോയി നന്നായി. നല്ലേട്ടാ, എങ്ങനെയുണ്ട്? ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട് പ്രേക്ഷക പ്രതികരണം? ഞാൻ പുറത്തൊന്നും അധികം ഇറങ്ങിയിട്ടില്ല. ഇല്ലേ? പുറത്തൊന്നും അധികം ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇറങ്ങി. ഇപ്പൊ ഈ ജിസയില് വന്നപ്പോ കൂടിയായിരുന്നു. വേറെ ഒന്നും അങ്ങനെയില്ല. അതും പ്രൈവറ്റ് പോയല്ലോ. പോവും തോന്നണ്. ഇന്നിവിടെ ഉണ്ടെങ്കിൽ ആള് വരും. കാരണം വെച്ചാല് എന്തോ ഒരു കൊറേ പുള്ളിക്കാരത്തേക്ക് ബോംബെയില് വർക്ക് ഉണ്ടല്ലോ. നേരെ ബോംബെക്കല്ലേ പോയത്? അവിടെയാണ് ആക്ച്വലി ജിസ. അമ്മയാണ് ആക്ച്വലി. അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അതിനകത്ത്, നിങ്ങൾ എന്താ ബോംബെക്ക് പോകുന്നത്? എനിക്കറിയാം, ഞങ്ങളുടെ അമ്പലത്തിന് പുറകിലായിട്ടാണ്.